രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ലേഖേ, കയറി വരൂട്ടോ. ലക്ഷ്മിയമ്മ ഇറങ്ങി വന്നിട്ട് ലേഖയും വിശ്വനാഥനെയും സ്വീകരിച്ചു. രുദ്രൻ മാത്രം അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ വെറുതെ നിന്നതേ ഉള്ളൂ. ദക്ഷയും അച്ഛനെയും അമ്മയെയും അകത്തേക്ക് വിളിച്ചു. അച്ഛനോട് അവൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല. എന്നാൽ ലേഖമ്മ വന്നത് അവൾക്ക് ഒരുപാട് സന്തോഷമായി. അകത്തെ സ്വീകരണമുറിയിലേക്ക് കയറി വന്ന് വിശ്വനാഥൻ ചുറ്റും നിരീക്ഷിച്ചു. ഇതിനു മുന്നേ വന്നത് ജാനകിയുടെ കാര്യത്തിനു വേണ്ടിയാണ്. രുദ്രന് ജാനകിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയും മറ്റും വീട്ടിലെത്തിയ ശേഷം ഒരിക്കൽ വന്നതാണ്. ആ ദിവസം രുദ്രൻ പോലും വളരെ സന്തോഷകരമായിട്ടാണ് അവരെ സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ലക്ഷ്മിയമ്മ ചായ എടുക്കാനായി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. അപ്പച്ചി എവിടെ? ദക്ഷ പതിയെ അമ്മയോട് ചോദിച്ചു. വീട്ടിലുണ്ട്. ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞില്ലേ? ഇല്ല, അച്ഛൻ പോലും എന്നോട് ഈ വിവരം പറഞ്ഞില്ല മോളെ. പിന്നെ പാതി വഴി എത്തിയപ്പോഴാണ് മോളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. അവൾ തലകുലുക്കി. അപ്പോഴേക്കും ലക്ഷ്മിയും ചായയൊക്കെ ആയിട്ട് വന്നു. ലേഖയോട് ഓരോരോ നാട്ടുവിശേഷങ്ങളൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ലേഖ മറുപടിയും പറയുന്നുണ്ട്. എന്നാൽ വിശ്വനാഥൻ മാത്രം ഒരു അപരിചിതനെ പോലെ അവിടെയിരുന്നു. ചായ കുടിച്ച ശേഷം വിശ്വനാഥൻ ലേഖയോട് താൻ ഏൽപ്പിച്ച കവർ തരാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ലേഖ ബാഗ് എടുത്തത്. ബുക്കിൻ്റെ കെട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദക്ഷ അമ്മയെ നോക്കി. ആ കവറും വാങ്ങിക്കൊണ്ട് വിശ്വനാഥൻ അരികിലേക്ക് വന്നതും രുദ്രന് സംഗതി പിടികിട്ടി. ഞാൻ രുദ്രനോട് വാങ്ങിയ മുഴുവൻ പണവുമില്ല. ഇത് 5 ലക്ഷം രൂപയാണ്. ബാക്കി ചെക്കും ഇതിനുള്ളിലുണ്ട്. രുദ്രനെ പറഞ്ഞു പറ്റിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും ജാനകി തറവേല കാണിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ മോളെ തിരികെ കൊണ്ടുപോകാനാണ് വന്നത്. വിശ്വനാഥൻ പറയുന്ന കേട്ടതും ലക്ഷ്മി ഞെട്ടി നിൽക്കുകയാണ്. അവർ മാത്രമല്ല, ദക്ഷയുടെയും ലേഖയുടെയും ഒക്കെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. എന്നാൽ രുദ്രൻ മാത്രം യാതൊരു ഭാവഭേദവുമില്ലാതിരുന്നു. അയാൾ നീട്ടിയ പണം വാങ്ങി അവൻ മേശമേൽ വെച്ചു. മോളെ, നിൻ്റേതായി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്. നമുക്ക് വേഗം മടങ്ങണം കേട്ടോ. വിശ്വനാഥൻ പറഞ്ഞതും ദക്ഷ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് ഒരുതരം പുച്ഛമായിരുന്നു. അതാരോടാണെന്ന് മാത്രം അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. വിശ്വനാഥൻ ഇത് എന്തൊക്കെയായി പറയുന്നേ? ദക്ഷ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഈ കുട്ടിയെ ഇവിടുന്ന് എവിടേക്കും പറഞ്ഞയക്കാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ലക്ഷ്മി വിശ്വനാഥനെ നോക്കി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലേ ചേച്ചി? എൻ്റെ മകൾ അവളോട് സ്നേഹവും താല്പര്യവുമുള്ള ഒരു ഭർത്താവിനെയാണ് ആഗ്രഹിക്കുന്നത്. രുദ്രൻ സ്നേഹിച്ചത് ജാനകിയാണ്. വിവാഹത്തലേന്ന് അവൾ ചാടിപ്പോവുകയും ചെയ്തു. എൻ്റെ മകൾ പകരക്കാരിയായി വന്നു. അതുമാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. രുദ്രനോട് ഞാൻ പണം ചോദിച്ചു വന്നത് നേരാണ്. രുദ്രൻ എനിക്ക് ഞാൻ ചോദിച്ച പണം തരികയും ചെയ്തു. അത് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് പെട്ടെന്ന് പണം ചോദിച്ചപ്പോൾ എനിക്ക് തിരികെ തരാൻ സാധിക്കാഞ്ഞത്. രുദ്രനോട് വാങ്ങിയ പണം മുഴുവനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പണം തന്ന ശേഷം എൻ്റെ മകളെ തിരികെ കൊണ്ടുപോയിക്കോളാൻ രുദ്രൻ എന്നോട് പറഞ്ഞതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. മോളെ, നമുക്ക് പോകാം. വിശ്വനാഥൻ ഒരു വലിയ വിശദീകരണമൊക്കെ നടത്തിയ ശേഷം ദക്ഷയോടായി വീണ്ടും പറഞ്ഞു. എൻ്റെ മകൻ അവൻ്റെ അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞതാണ് എന്ന് കരുതി അഗ്നിസാക്ഷിയായി അവൻ താലി ചാർത്തിയ പെണ്ണിനെ തിരികെ പറഞ്ഞേക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ലക്ഷ്മി ചേച്ചി, മര്യാദയുടെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇവൻ എൻ്റെ മകളെ ആട്ടിത്തുപ്പിയത് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ കണ്ടതാണ്. അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ചു, ശരി തന്നെ. പക്ഷെ ഒരല്പം പോലും സ്നേഹം ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മകളോടില്ല. ഇവൾക്ക് ചേരുന്ന പയ്യനെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നേരം വൈകി. ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യുവാണ്. മോളെ. ദക്ഷ, നീ പോവാണോ മോളെ? ലക്ഷ്മി വിങ്ങി പൊട്ടിക്കൊണ്ട് ദക്ഷയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. രുദ്രൻ എന്തെങ്കിലും പറയുമോ എന്ന് കാതോർത്ത് നിൽക്കുകയാണ് ദക്ഷ. ലേഖ, ഈ വീട്ടിൽ നിങ്ങളുടെ മകൾക്ക് യാതൊരു കുറവുമില്ല. എൻ്റെ സ്വന്തം മകളായിട്ട് രുദ്രനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത്
എൻ്റെ ദച്ചുവിനെയാണ്. ലേഖയ്ക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സ്നേഹം നല്ലപോലെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ എൻ്റെ മോള് KSFയിൽ കയറിയിറങ്ങി നടക്കുന്നത്. ഇവൾ വീണ്ടും ലോൺ എടുക്കാനായിട്ടായിരുന്നു. മൊത്തം പണവും രുദ്രന് കൊടുത്തു തീർക്കുവാനായി. ഇവളോട് സ്നേഹമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വിശ്വനാഥൻ ഇത്തിരി ശബ്ദമുയർത്തി. അപ്പോഴേക്കും ലക്ഷ്മിക്ക് അതിനൊരു മറുപടി പറയാനില്ല. ലേഖയും മൗനം പൂണ്ട് നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വനാഥൻ അവരെ ഉപദ്രവിക്കുമോ എന്ന് ലേഖ ഭയന്നു. അയാളുടെ സ്വഭാവം അങ്ങനാണ് താനും. ആ താലിമാല ഊരിക്കൊടുത്തിട്ട് വാ മോളെ, നമുക്ക് പോകാം. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ദക്ഷയുടെ വലങ്കൈ അറിയാതെ അവളുടെ മാറിലേക്ക് നീണ്ടു. ഇത്രമാത്രം അച്ഛൻ പറഞ്ഞിട്ടും ലക്ഷ്മിയമ്മ മാത്രമാണ് തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. രുദ്രേട്ടന് താൻ പോകണമെന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ടല്ലേ അച്ഛനോടൊരു വാക്കുപോലും ഉരിയാടാതെ നിൽക്കുന്നത്. അവൾക്ക് നെഞ്ചു വിങ്ങിപ്പൊട്ടി. പോയേക്കാം, അതാണ് നല്ലത്. എന്തിനാ വെറുതെ? കുറച്ചു മുന്നേ വല്യമ്മ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? താൻ രുദ്രേട്ടനോട് ഒപ്പം കഴിഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആയുസിന് ദോഷമൊന്നും വരുത്തണ്ട. ഭട്ടതിരിപ്പാടിനെ വെല്ലുവിളിക്കാനൊന്നും താൻ ആളല്ല. തൻ്റെ രുദ്രേട്ടൻ എന്നും ആയുരാരോഗ്യത്തോടെ ജീവിക്കണം. അതുമാത്രമേ ഉള്ളൂ തൻ്റെ ആഗ്രഹം. താൻ പോയാൽ ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടാവും. എങ്കിലും സാഹചര്യത്തോട് അമ്മ പൊരുത്തപ്പെട്ടു വന്നോളും. കുറച്ചു കഴിഞ്ഞതൊക്കെ മാറും. മോൾക്ക് താലിമാല ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ ഊരി കൊടുത്തോളാം പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ ദക്ഷയുടെ കഴുത്തിൻ്റെ അടുത്തേക്ക് കൈ നീട്ടി കൊണ്ടുവന്നതും രുദ്രൻ്റെ ഇടം കൈ അയാളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടതും ഒരുപോലെ ആയിരുന്നു. രുദ്രൻ വിശ്വനാഥൻ്റെ കൈത്തണ്ടയിൽ അല്പം ബലത്തിൽ പിടിച്ചു. ഒപ്പം പിടുത്തം ഒന്നും ഓർക്കുകയും ചെയ്തു. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കൊടുത്തത് ഞാനാണെങ്കിൽ ഈ താലി പൊട്ടിക്കുവാൻ തനിക്ക് ധൈര്യമുണ്ടോടോ? ഉണ്ടെങ്കിൽ പൊട്ടിക്കടോ, ഒന്ന് കാണട്ടെ. ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടവൻ വിശ്വനാഥനെ നോക്കി. ശരി, ഞാനായിട്ട് പൊട്ടിക്കുന്നില്ല. നീ തന്നെ ആ കർത്തവ്യം അങ്ങ് നടത്തിക്കോളൂ. എന്നിട്ട് ഞങ്ങൾക്ക് പോകണം. നേരം വൈകുന്നു. സൗകര്യമില്ലെങ്കിലോ താൻ എന്തു ചെയ്യും? രുദ്രൻ വിശ്വനാഥനെ വെല്ലുവിളിക്കും പോലെ പറയുകയാണ്. ഒരു കരുനാഗത്തെ പോലെ എന്തിനാണ് ഇത് ഇവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് തന്നോടിവൾ പറഞ്ഞോ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ മിഴികളിൽ വല്ലാത്ത ദേഷ്യം. മാല ഊരിയിട്ട് വരാൻ നോക്ക്. നിനക്കിതൊരു ബാധ്യതയായി വേണ്ട കുട്ടി. നമുക്ക് പോയേക്കാം. വളരെ താഴ്മയോടെ വിശ്വനാഥൻ മകളോട് പറയുകയാണ്. ഇവള് വരുന്നില്ല, പെട്ടെന്ന് രുദ്രൻ പറഞ്ഞു. അത് കേട്ടതും ദക്ഷ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് പോണോ നിൻ്റെ വീട്ടിലേക്ക്? ചോദിച്ചതും ദക്ഷ മുഖം താഴ്ത്തി. ദക്ഷയോടാണ് ചോദിച്ചത്. നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം വീട്ടിലേക്ക് പോണോ? രുദ്രൻ വീണ്ടും ആവർത്തിച്ചു. നിനക്ക് യാതൊരു വിലയും തരാത്ത ഈ വീട്ടിൽ എന്തിനാണ് മോളെ നീ ഇങ്ങനെ കണ്ണീരോടെ കഴിയുന്നത്? വിശ്വനാഥൻ ഇടയിൽ കയറി. എൻ്റെ ഭാര്യയോടാണ് ഞാൻ ചോദിച്ചത്, അല്ലാണ്ട് തന്നോടല്ല. എൻ്റെ ഭാര്യയോടാണെന്ന് രുദ്രൻ പറഞ്ഞത് കേട്ടതും ദക്ഷയുടെ മുഖം പ്രകാശിച്ചു. നിനക്ക് ഈ താലി ഒരു ബാധ്യതയാണെങ്കിൽ ഞാൻ തടയില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകാം. മറിച്ച് ഇവിടെ കഴിയണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയാവാം. രുദ്രൻ അവളുടെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞു. അവൻ്റെ നോട്ടം പോലും അവളിൽ വല്ലാത്തൊരു കാന്തിക പ്രഭാവമാണ് ചെലുത്തിയത്. രുദ്രൻ അരിയിലേക്ക് വന്നതും അവളൊന്ന് പതറിപ്പോയി. ദക്ഷ, ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നിനക്ക് പോകണമെങ്കിൽ പോകാം. ഞാനിവിടെ തുടർന്നാൽ രുദ്രേട്ടൻ എന്തെങ്കിലും ദോഷം ഭവിക്കുമോ എന്നാണ് എൻ്റെ പേടി. ഉള്ളിലെ ആകുലത അവൾ രുദ്രൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചു. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഒരു സംസാരം വേണ്ട. വരുന്നതുപോലെ വരും. അതല്ല ഞാൻ ചോദിച്ചത്. നിൻ്റെ അച്ഛൻ എന്നോട് വാങ്ങിയ പണം തിരിച്ചു തന്നിട്ടുണ്ട്. പണം തിരികെ തന്ന ശേഷം മാത്രമേ നിന്നെ പറഞ്ഞയക്കൂവെന്ന് ഞാൻ വാക്കും കൊടുത്തതാണ്. അതിപ്രകാരമാണ് ഞാൻ പറയുന്നത്. നിനക്ക് പോകണമെങ്കിലാവാം. അവൻ സംസാരത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി. ഞാൻ പോണോ? രുദ്രേട്ടൻ പറയേ. അവൾ തിരിച്ചു ചോദിച്ചതും രുദ്രൻ ചെറുതായി ഒന്ന് പെട്ടു. ഞാൻ പോകണമെന്നാണ് രുദ്രേട്ടൻ്റെ ആഗ്രഹമെങ്കിൽ പൊയ്ക്കോളാം. മറിച്ചെന്നെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനിവിടെ തുടരാം. സമ്മതമാണോ? അവൾ ഒന്നോടൊന്ന് എറിഞ്ഞു നോക്കി. മറുപടിയായി രുദ്രൻ അവളെ നോക്കിയതും
ദക്ഷൻ മറ്റെവിടേക്കോ ദൃഷ്ടി പതിപ്പിച്ചു. എൻ്റെ മോൾക്ക് ഇവിടുന്ന് പോകാൻ ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വിശ്വനാഥൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ആരും തടയില്ല. അല്ലാണ്ട് മോളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ലക്ഷ്മി അമ്മ പിന്നെയും പറഞ്ഞു. ലക്ഷ്മി ചേച്ചിയോടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ മകളോടാണ്. മോൾക്കും നല്ലൊരു ജീവിതം വേണം. രുദ്രനോടൊപ്പം അത് ശരിയാവില്ല. രുദ്രനോടൊപ്പം താമസിച്ചിട്ട് തൻ്റെ മകൾക്ക് എന്തു പറ്റി? രുദ്രൻ വിശ്വനാഥൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൾ ഇങ്ങനൊരു ഭർത്താവിനെ അല്ല പ്രതീക്ഷിച്ചത് എന്ന് തന്നോട് ഇവൾ പറഞ്ഞോ? നീ കൂടുതൽ എന്നെ ക്രോസ് വിസ്താരം ചെയ്യുമൊന്നും വേണ്ട. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിലോ? രുദ്ര, നീ വലിയ പുള്ളിയായിരിക്കും, അത് നിൻ്റെ ഈ കുടുംബത്ത് മതി. എൻ്റെ അടുത്ത് ഇറക്കാൻ വരണ്ട. വിശ്വനാഥൻ ആൾ വേറെയാ. അതെനിക്ക് നല്ലോണം അറിയാം. താൻ നല്ല ഒന്നാന്തരം സ്വയംഭൻ സാധനമാണെന്ന്. വൃത്തിക്കും വെടിപ്പിനും എന്നോട് പറഞ്ഞു തന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആ ക്രെഡിറ്റൊക്കെ തൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, ഇങ്ങോട്ടിറക്കണ്ട. പിന്നെ ഞാൻ വലിയ പുള്ളി തന്നെയാണ്, അത് തനിക്കും തൻ്റെ മകൾക്കുമൊക്കെ നല്ലവണ്ണം അറിയാം. തൽക്കാലം തൻ്റെ മകളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കുന്നില്ല. താൻ എന്നാ ചെയ്യും? ഞാനൊന്ന് കാണട്ടെ. എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. നീ ആരാണെന്നാ നിൻ്റെ പാവം? എങ്കിലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. മോളെ ദക്ഷേ, വാ മോളെ, നമുക്ക് പോകാം. വിശ്വനാഥൻ ദക്ഷയുടെ കയ്യിൽ പിടിച്ചു. ദക്ഷ പേടിയോടെ രുദ്രനെ നോക്കി. അപ്പനെയും അമ്മയും കണ്ടു കഴിഞ്ഞില്ലേ? റൂമിലേക്ക് വാടി പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തുടരും. കമൻറ്റ് ചെയ്യണേ, ഒപ്പം ലൈക്കും തരണേ. ഹൈപ്പ് കൊടുക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇന്നലെ വരെ നൽകിയ സപ്പോർട്ട് ഇനിയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ മിത്ര. ഫോളോ ചെയ്യാനും മറക്കല്ലേ.